സ്വാഗതം ഇൻസൈറ്റിലേക്ക്. ഔറംഗസേബിന്റെ ശവക്കല്ലറ പൊളിക്കണമെന്നാവശ്യമായി മഹാരാഷ്ട്രയിലെ ഹിന്ദുത്വ സംഘടനകൾ മുന്നോട്ട് വന്നിരിക്കുകയാണ്. ബജ്രംഗ് ദൾ, VHP അടക്കമുള്ള സംഘടനകൾ. ഇപ്പോൾ മുഖ്യമന്ത്രി ഫഡ്നാവിസ് പോലും ഇതിനെ പിന്തുണച്ച് രംഗത്ത് വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഔറംഗസേബിനെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള ഛാവ എന്ന് പറയുന്ന ഒരു ഫിലിം പുറത്തിറങ്ങുകയും അതിനെ തുടർന്ന് വ്യാപകമായ വിദ്വേഷ പ്രചരണങ്ങൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഡെവലപ്മെൻ്റാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ വിഷയം ഇൻസൈറ്റിൽ ചർച്ച ചെയ്യുകയാണ്. സ്വാഗതം. ഛാവ എന്ന പേരിൽ ഒരു സിനിമ പുറത്തിറങ്ങുന്നു. അതിൽ ഔറംഗസേബിനെ പ്രതിസ്ഥാനത്താക്കി ചിത്രീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനെ തുടർന്നാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ ഇങ്ങനെ ഓരോ ഡെവലപ്മെൻറ്റുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അത് ഔറംഗസേബിൻ്റെ കല്ലറ പൊളിക്കണം എന്ന ആവശ്യത്തിലേക്ക് വരെ എത്തിയിരിക്കുകയാണ്. ഒരു മുഖ്യമന്ത്രി അതിനെ പിന്തുണക്കുകയാണ്. ഔറംഗസേബിൻ്റെ കല്ലറ പൊളിച്ചില്ലെങ്കിൽ ഞങ്ങൾ കറസേവ നടത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് നമ്മൾ ഇതിനെ നോക്കിക്കാണേണ്ടത്? അല്ല, ഇതിൽ വെച്ചാൽ ഔറംഗസേബിൻ്റെ കല്ലറ ഛത്രപതി സാംഭാജി നഗർ എന്ന് പറയുന്ന, നേരത്തെ ഔറംഗാബാദ് എന്നായിരുന്നു ആ സ്ഥലത്തിൻ്റെ പേര്. അതിൻ്റെ പേര് മാറ്റിയതാണ്. അവിടെയാണ് ഉള്ളത്. അത് പൊളിക്കണം എന്നുള്ളതാണ് ഡിമാൻഡ്. അതിപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിലാണ്. അതൊരു സംരക്ഷിത സ്മാരകമാണ് രാജ്യത്തെ. ഈ സംരക്ഷിത സ്മാരകത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. ഇന്ത്യ ഗവൺമെൻറ് ഉത്തരവാദിത്തമാണ് പ്രാഥമികമായിട്ട്. അത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ എന്നുള്ള അല്ലെങ്കിൽ മഹാരാഷ്ട്ര ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. ആ ഗവൺമെൻറ് നേതൃത്വം നൽകുന്നൊരു മുഖ്യമന്ത്രിയാണ് പറയുന്നത് അത് മുഖ്യമന്ത്രിയാണ് അത് പൊളിക്കണം എന്നുള്ള ഡിമാൻഡിനെ പിന്തുണയ്ക്കുന്നത്. എന്നുവെച്ചാൽ ഭരണഘടനാ സ്ഥാനത്തിരുന്നുകൊണ്ട് എങ്ങനെ പെരുമാറണം, എന്ത് പറയണം എന്ന യാതൊരു ബോധവുമില്ലാത്ത മനുഷ്യന്മാരാണ് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മുമ്പ് പല ഇൻസ്റ്റൻസിലായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതിങ്ങനെ പച്ചയ്ക്ക് പറയുന്നത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. എന്തായാലും ഇതിപ്പോൾ ഒരു എന്താ പറയുക, ഹേറ്റ് ക്യാമ്പയിനുകൾ പലതരത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ വേറൊരു രൂപമാണ് ഇപ്പോൾ ഈ നടക്കുന്നത്. ഇപ്പോൾ ഈ ഛാവ എന്ന് പറയുന്ന സിനിമ ശിവാജി സാവന്ത് എന്ന് പറയുന്ന മറാത്തിയിലെ കൊള്ളാവുന്നൊരു എഴുത്തുകാരനുണ്ട്. അത്യാവശ്യം ഈ ചരിത്ര സംഭവങ്ങൾ, മിത്തുകൾ ഇതിനെയൊക്കെ അധികരിച്ചുകൊണ്ട് അതിനെ ആഖ്യാനം ചെയ്ത് നോവലുകൾ രചിക്കുന്ന, കൃതികൾ രചിക്കുന്ന ഒരു കക്ഷിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം മഹാഭാരതത്തിലെ കർണനെ ആസ്പദമാക്കിയിട്ടൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അത് മലയാളത്തിലൊക്കെ വിവർത്തനം ചെയ്തുകൊണ്ട് മലയാളത്തിൽ നല്ല റീഡർഷിപ്പ് ഉണ്ടായ പുസ്തകങ്ങളിലൊന്നും അത് അദ്ദേഹത്തിൻ്റെതാണ്. ഈ ഛാവ എന്ന് പറയുന്ന സിനിമയുടെ മൂലകൃതി അതിനെ ആസ്പദമാക്കിയിട്ടാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. പക്ഷേ ആ കൃതിയോ ആ പുസ്തകത്തോടും ഈ സിനിമ നീതി പുലർത്തിയിട്ടില്ല, ചരിത്രത്തോടും ഒട്ടും നീതി പുലർത്തുന്നില്ല. അതാണ് ഈ സിനിമയുടെ പ്രശ്നം. ഔറംഗസീബിനെ വില്ലനാക്കുക എന്ന് പറയുന്നത് പുതിയ കാര്യമൊന്നുമില്ല. ഈ ഇൻസിഡൻറ്റ് നമ്മൾ ചരിത്രത്തിലെടുത്താൽ തന്നെ വേണമെങ്കിൽ ഔറംഗസീബ് വില്ലനാണ് എന്ന് പറയാം. പക്ഷേ ഈ വയലൻസ്, ഈ സിനിമയിലെ ക്യാരക്ടറായിരിക്കുന്ന ഛത്രപതി സാംഭാജിയെ കൊല്ലുകയാണ് ചെയ്യുന്നത്. അത് ഔറംഗസീബ് എക്സിക്യൂട്ട് ചെയ്തു എന്ന് ചരിത്രത്തിൽ തന്നെയുണ്ട്. പക്ഷേ അതിനെ സ്വീകരിച്ച മാർഗങ്ങൾ, അതിനെ ഭയങ്കര വയലൻ്റായിട്ട് വളരെ എന്താ പറയുക, പൊടിപ്പും തൊങ്ങലും ഒക്കെ ചേർത്ത് അതിക്രൂരമായിട്ടാണ് കൊല ചെയ്യുന്നത് എന്നുള്ള മട്ടിൽ ചിത്രീകരിച്ച് ഏതാണ്ടൊരു 30-40 മിനിറ്റ് അതിന് ഇത് തന്നെ കാണിക്കുന്നുണ്ട്. ഇയാൾ നേരിടുന്ന പീഡനങ്ങൾ കാണിക്കാൻ വേണ്ടി തന്നെ ഒരു 30-40 മിനിറ്റ് ഉപയോഗിക്കുന്നു എന്നാണ് ചില റിവ്യൂസിൽ കണ്ടത്. അപ്പോൾ അത്ര ഭീകരമായിട്ട്, അതായത് ഈ വികാരം ഉണർത്തുക, മറാത്ത വികാരം ഉണർത്തുക, അതുവഴി ഈ ഹിന്ദുത്വ ശക്തികളുടെ ഒരു ക്യാമ്പയിൻ മെറ്റീരിയലായിട്ട് ഇത് മാറ്റുക എന്ന് പറയുന്നൊരു പണിയാണ് ഈ എൻ്റെ ഡയറക്ടർ ലക്ഷ്മൺ ഉട്ടേക്കർ എന്ന് പറഞ്ഞൊരു ഡയറക്ടറാണ്. ആ ഡയറക്ടർ ചെയ്തിരിക്കുന്നത്. ഇതൊരു ഹിന്ദുത്വ പ്രൊജക്റ്റിൻ്റെ ഭാഗമാണ്. പ്രൊജക്റ്റിൻ്റെ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കാശ്മീർ ഫയൽസ്, കേരള സ്റ്റോറി, അതുപോലെ ഇപ്പോൾ ഈ അടുത്ത് വന്ന സബർമതി റിപ്പോർട്ട്, പിന്നെ വീർ സവർക്കർ, വീർ എന്നുള്ള സിംഗിൾ ഇൻവെർട്ടഡ് കോമയിലാണ് ഞാൻ പറയുമ്പോൾ, അവരുടെ ഭാഷയിൽ മാത്രമേ ഇതുള്ളൂ. സവർക്കറെ കുറിച്ച് ഇറങ്ങിയ സിനിമ, അതുപോലെ പൃഥ്വിരാജ് ചൗഹാനെ കുറിച്ച് ഇറങ്ങിയ സിനിമ, ഇങ്ങനെ പല പല സിനിമകളിലൂടെ ഈ പറയുന്ന ഒരു ഹിന്ദുത്വ നറേറ്റീവ് ബിൽഡപ്പ് ചെയ്തെടുക്കാനുള്ളൊരു ശ്രമം നടക്കുന്നുണ്ട്. മീഡിയ എങ്ങനെയാണോ ഉപയോഗിക്കുന്നത്, അതായത് പ്രിൻ്റ് ആൻഡ് വിഷ്വൽ മീഡിയ എങ്ങനെയാണോ ഉപയോഗിക്കുന്നത്, അതിന് സമാന്തരമായിട്ട് ഇപ്പോൾ സിനിമയിൽ കൂടെ അവർ ഉപയോഗിച്ചു തുടങ്ങും. വളരെ ഗംഭീരമായിട്ടുള്ളൊരു പ്രൊജക്റ്റാണ്. സിനിമയിൽ മാത്രമല്ല കേട്ടോ, സീരീസുകളും വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഏറ്റവും ഗംഭീരമായിട്ട് ഷൂട്ട് ചെയ്തിറക്കിയ റോക്കറ്റ് ബോയ്സ് എന്ന് പറയുന്ന 2 എപ്പിസോഡുള്ള 2 ഭാഗമുള്ള സീരീസുണ്ട്. ഇന്ത്യയിലെ റോക്കറ്റ് ടെക്നോളജി എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തത് എന്ന് കാണിക്കുന്ന സീരീസാണ്. ഈ സീരീസ് നമ്മൾ വളരെ തുടങ്ങിയാൽ അവസാനിക്കുന്നവരെ കണ്ടിരിക്കുക. അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് അത്. എല്ലാ ക്യാരക്ടേഴ്സും അതിനകത്ത് വിക്രം സാരാഭായ് ഉണ്ട്, അതുപോലെ ബാബ ആറ്റമിക് സയൻസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ബാബയുണ്ട്. അങ്ങനെ എല്ലാ മനുഷ്യന്മാരും, അബ്ദുൽ കലാം വരെയുള്ള ആളുകൾ അതിൽ വന്നു പോകുന്നുണ്ട്. ഇതിൽ വളരെ സട്ടിലായിട്ട് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞാൽ ജവഹർലാൽ നെഹ്റു ഒരു ദുർബലനായ പ്രധാനമന്ത്രിയായിരുന്നു എന്ന് സ്ഥാപിക്കാനുള്ളൊരു ശ്രമം ഇതിന് പാരലലി
നടന്നു വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് അതിനകത്തുള്ളൊരു പ്രശ്നം. ഇതുപോലുള്ള സംഘപരിവാർ നറേറ്റീവ്സ് സ്ഥാപിച്ചെടുക്കാനുള്ള സിനിമകൾ അതിൻ്റെ ഭാഗമാണ് ഈ ചാവ എന്ന് പറയുന്ന പ്രോജക്റ്റ്. അപ്പോൾ അത് ഈ എന്താ പറയുക, ഛത്രപതി സാംഭാജി എന്ന് പറയുന്നത് ശിവജിയുടെ മകനാണ്. അയാളെ ഭയങ്കര അതിക്രൂരമായിട്ട് കൊന്നു എന്ന് പറയുന്ന ഒരു ആളുടെ കബറിടം ഇവിടെ പറ്റുമോ, അല്ലെങ്കിൽ അയാളുടെ ശവക്കല്ലറ ഇവിടെ പറ്റുമോ എന്നുള്ള ക്വസ്റ്റ്യൻ റേസ് ചെയ്ത് കൊണ്ടുവരാൻ വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മഹാരാഷ്ട്രയിൽ ഇപ്പോൾ സവിശേഷമായ ചില പ്രശ്നങ്ങൾ അവിടെ നേരിടുന്നുണ്ട്. ഇപ്പോൾ ലോക്സഭാ ഇലക്ഷൻ ഉണ്ടായ വലിയ പരാജയം ഉണ്ടായി. അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചുവെങ്കിൽ പോലും ആ ജയം എങ്ങനെ നിർമ്മിച്ചെടുത്തതാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ വേറെ ചില ഭാഗങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിലുള്ള ജനപിന്തുണ, പ്രത്യേകിച്ച് മറാഠ വിഭാഗത്തിൻ്റെ പിന്തുണയൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവാം. അത് ആ ദൗർബല്യം ഒഴിവാക്കാൻ വേണ്ടി കൂടി ആവാം ഒരുപക്ഷെ ഇപ്പോൾ ഈ പ്രോജക്റ്റ് കൊണ്ടുവന്നത്. ഇത് മാത്രമല്ല, ബോളിവുഡിൽ നിന്ന് ഇതുപോലത്തെ പല സിനിമ, പത്മാവത് ഇറങ്ങിയ സമയത്ത് വേറൊരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു. അതും ഇതേപോലുള്ളൊരു നറേറ്റീവ് ബിൽഡപ്പ് ചെയ്യാനുള്ളൊരു ശ്രമമായിരുന്നു. അപ്പോൾ ഇതൊരു ഡെലിബറേറ്റ് പരിപാടിയാണ്. അതാണ് നമ്മളിതിൽ കാണുന്നത്. ഇപ്പോൾ ഔറംഗസീബിനെ ഡെമോണൈസ് ചെയ്യുക എന്നുള്ളൊരു പണി നേരത്തെ മുതൽ തന്നെ സംഘപരിവാരം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അത് കുറെ കൂടെ ഒരു പർപ്പസ് മുന്നിൽ കൊണ്ട് ഇപ്പോൾ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇമ്മീഡിയറ്റ് പർപ്പസ് മുന്നിൽ കൊണ്ടുണ്ട്. ഇപ്പോൾ ഈ സിനിമയ്ക്ക് ഇറങ്ങിയ ശേഷം ഇത് നിയമസഭയിൽ ചർച്ച ചെയ്യുന്ന സമയത്ത് സമാജ്വാദി പാർട്ടിയുടെ ഒരു അബു ആസ്മി എന്ന് പറയുന്ന ഒരു MLA, അദ്ദേഹം ഔറംഗസേബ് ഭരിച്ചിരുന്ന കാലത്ത് ഇന്ത്യയുടെ GDP 25% അദ്ദേഹം അങ്ങനെ ഒരു പരാമർശം നടത്തിയതിൻ്റെ പേരിൽ, അദ്ദേഹത്തെ പോസിറ്റീവായി ഒരു പരാമർശം നടത്തിയതിൻ്റെ പേരിൽ നിയമസഭയിൽ നിന്ന് തന്നെ സസ്പെൻഡ് ചെയ്യുകയും മുംബൈ പോലീസ് അദ്ദേഹത്തിനെതിരെ കേസെടുക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് യോഗി അദ്ദേഹത്തെ സമാജ്വാദി നിന്ന് പുറത്തേക്ക് UP-യിലേക്ക് അയക്കും, ഞാൻ കാണിച്ചു കൊടുക്കാം എന്ന രൂപത്തിലൊക്കെ യോഗി ആദിത്യനാഥിൻ്റെ പ്രസ്താവനകളും വന്നിരുന്നു. ഇപ്പോൾ ഈ ഔറംഗസേബിൻ്റെ അതായത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പ്രൊട്ടക്റ്റ് ചെയ്ത ഒരു മോണ്യുമെൻറ്റ് പൊളിക്കണം എന്നും ആവശ്യമായിരുന്നു. ഇങ്ങനെയുള്ള ഇതിനെ ഭരണകൂടത്തിൻ്റെ ഭാഗമായിരിക്കുന്നവർ തന്നെ പിന്താങ്ങുകയാണല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു സാമാജികനെ, ഒരു നിയമസഭാ സാമാജികനെ സസ്പെൻഡ് ചെയ്യാനും കേസെടുക്കാനും ചരിത്രപരമായ പരാമർശം നടത്തിയതിൻ്റെ പേരിൽ ഇന്ത്യയിൽ സാധ്യമാകുന്നു എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പ്രൊട്ടക്റ്റ് ചെയ്ത ഒരു സ്മാരകത്തെ ഇങ്ങനെ ചരിത്രത്തിലെ ചില ചരിത്രപരമായ ഡിബേറ്റുകൾ കാരണം തകർക്കാൻ സാധ്യതയാകുന്നു എന്നുള്ളത്, ഇതിനെങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു കൗതുകമുള്ളൊരു സിറ്റുവേഷൻ, കൗതുകമല്ല വളരെ ഗൗരവമുള്ളൊരു സിറ്റുവേഷനും അതേസമയം കൗതുകം ഉണ്ടാക്കുന്നത്. കാരണം ഒരു വലിയ വിഭാഗം മനുഷ്യന്മാരെ ഇമാതിരി നുണകൾ പറഞ്ഞുകൊണ്ട് പറ്റിക്കാൻ പറ്റുന്നു എന്നുള്ളതൊരു പ്രശ്നമാണ് ഇപ്പോൾ. അത് കുറേ കാലമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഏതാണ്ടൊരു 10-15 കൊല്ലമായിട്ട് ഇത് നമ്മുടെ മുമ്പിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നുണകൾ ഇങ്ങനെ പറയുകയും അത് സ്ഥാപിച്ചെടുക്കുകയും അതിൻ്റെ പുറത്ത് ഭരണകൂടം തന്നെ നടപടികൾ എടുക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണിത്. അപ്പോൾ ഇതൊക്കെ ചെയ്യാനുള്ള ലൈസൻസ് ഞങ്ങൾക്ക് ആയിക്കഴിഞ്ഞു എന്ന് ഭരണകൂടം ചിന്തിക്കുകയാണ്. അതായത് എന്ത് നുണ പറഞ്ഞാലും അത് വിശ്വസിക്കാൻ പാകത്തിലേക്ക് ഇവിടുത്തെ ജനം ആയിക്കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഭൂരിപക്ഷ മതവിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ മാറിക്കഴിഞ്ഞു എന്ന് അവർ തെറ്റിദ്ധരിക്കുകയാണ്. അതിൻ്റെ പുറത്തിരുന്നിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതെന്തുകൊണ്ട് എതിർക്കപ്പെടുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയം കൊണ്ടാണ് ആളുകൾ ഇത് എതിർക്കാത്തത്. ഈവൻ പ്രതിപക്ഷ ശക്തികൾ പോലും വേണ്ട വിധത്തിൽ ഇതിനെ എതിർക്കാൻ തയ്യാറാക്കാത്തതിൻ്റെ ഒരു കാരണം ഭയമാണ്. ഭയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അബു അസ്മിക്കെതിരെ കേസെടുക്കും എന്ന് പറയുന്നു. അദ്ദേഹം മുൻകൂർ ജാമ്യം നേടിയിട്ടുണ്ട്. സമാജ്വാദി പാർട്ടിയുടെ നേതാവാണ്. അദ്ദേഹം മാപ്പ് പറയേണ്ടി വന്നു. അദ്ദേഹം ദീർഘകാലമായിട്ട് MLA ആയിട്ടുള്ള കക്ഷിയാണ്. ചില മത്സരങ്ങളിൽ എല്ലാവരും എതിർത്തിട്ട് പോലും ഒറ്റയ്ക്ക് SP-യുടെ കാൻഡിഡേറ്റായിട്ട് മത്സരിച്ച് ജയിച്ച ആളാണ് അബു അസ്മി. ചില്ലറ നേതാവല്ല. പിന്നെ ഇതിനെക്കുറിച്ച് പരാമർശിച്ചത് കോൺഗ്രസ്സിലെ തന്നെ മുസ്ലിം നാമധാരിയായിട്ടൊരു നേതാവാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇങ്ങനത്തെ ഒരു പ്രശ്നം വരുമ്പോൾ ഇത് പറയാൻ ഈ വിഭാഗത്തിൽ നിന്ന് മാത്രമേ മനുഷ്യന്മാരുണ്ടാവുന്നുള്ളൂ എന്നുള്ളത് ഒരു പ്രശ്നമാണ്. അതിന് ഭയമാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ കേസ് വരും, പിടിച്ച് ജയിലിലിടും, അല്ലെങ്കിൽ ശാരീരികമായിട്ട് ആക്രമിക്കും. ഇങ്ങനെയൊക്കെയുള്ള ഭയം കൊണ്ട് ആളുകൾ മിണ്ടാതിരിക്കുകയാണ് പലരും. ആ ഭയം നമ്മളുടെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിലും വ്യാപകമായി ഉണ്ടായിട്ടുണ്ട്. പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ ഉണ്ടായി കഴിയുമ്പോഴാണ് താഴെത്തട്ടിലുള്ള മനുഷ്യന്മാർ കൂടുതൽ നിശബ്ദരാവാൻ തുടങ്ങുന്നത്. കാരണം എതിർക്കും എന്ന് നമ്മൾ വിചാരിക്കുന്ന ആളുകളെല്ലാവരും സൈലൻ്റായി നിൽക്കുമ്പോൾ താഴെത്തട്ടിലുള്ള മനുഷ്യന്മാർ മുഴുവൻ നിശബ്ദരായിട്ടിരിക്കും. അതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഗുണം തരുന്ന, ബലം തരുന്ന ഒരു ഘടകം. അല്ലാതെ ഈ മനുഷ്യന്മാർ മുഴുവൻ ഈ പൊട്ടത്തരവും ഈ മണ്ടത്തരവും വിശ്വസിച്ചിട്ടല്ല. ഒന്നാമത്തെ കാര്യം, ഔറംഗസേബ് എന്ന് പറയുന്ന മനുഷ്യൻ സ്വന്തം പിതാവിനെ ജയിലിലടച്ച് സ്വന്തം സഹോദരന്മാരെ വധിച്ച് ഭരണം നടത്തിയ ഒരാളാണ്. അവരാരും ഹിന്ദുക്കളായതുകൊണ്ടോ മറാത്തകളായതുകൊണ്ടോ വധിച്ചല്ലോ. അയാൾക്ക് അധികാരം കിട്ടാൻ വേണ്ടിയിട്ടും ഭരണത്തിൽ സ്ഥിരതയോടുകൂടെ ഇരിക്കാനും വേണ്ടിയിട്ട് മൂപ്പർ ചെയ്ത കാര്യങ്ങളാണ് ഇതൊക്കെ.
അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് അയാൾ ബാക്കിയുള്ള രാജാക്കന്മാരുടെ നേരെ ആക്രമണം നടത്തുന്നതും അവരെ പിടികൂടുന്നതും ആക്രമിച്ച് ആ രാജ്യം കീഴടക്കുന്നതും അതിൻ്റെ ഭാഗമായിട്ട് പലതരം ക്രൂരതകൾ ഉണ്ടാകുന്നു. അത് ഔറംഗസീബ് മാത്രം ചെയ്ത കാര്യമല്ല. ഛത്രപതി ശിവാജി നടത്തിയ ആക്രമണങ്ങളിലും ഇതേ ക്രൂരതകൾ നടക്കുന്നുണ്ട്. ഈ പറയുന്ന ഛത്രപതി ശിവാജിയുടെ മകൻ സാംബാജി, പിന്നീട് ഛത്രപതിയായ സാംബാജി ഔറംഗസീബിൻ്റെ കൂടി പിതാവിനെതിരെ യുദ്ധം ചെയ്തിട്ടുണ്ട്. അത് അദ്ദേഹം ഈ ഛത്രപതി സാംബാജി മുസ്ലിം ആയതുകൊണ്ടാണോ? അല്ലല്ലോ. അപ്പോൾ ഇതാണ് ഇതിനകത്തുള്ള ബേസിക്കായിട്ട്. എല്ലാ രാജവംശങ്ങളും അവരുടെ ടെറിട്ടറി വിപുലീകരിക്കാനും അവർക്ക് സമ്പത്തുണ്ടാക്കാനും വേണ്ടി ആക്രമണങ്ങൾ നടത്തുകയും കൊള്ളയടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അന്ന് കൊള്ളയടിച്ചതിൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ക്ഷേത്രങ്ങളായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ക്ഷേത്രങ്ങളിലാണ് വരുമാനം മുഴുവൻ കുന്നുകൂട്ടിയിരുന്നത്. ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ചത് ഈ പറയുന്ന മുഗൾ രാജവംശത്തിലെ രാജാക്കന്മാർ മാത്രമല്ല, അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്നു എന്ന് പറയുന്ന, അഫ്ഗാനിസ്ഥാൻ കടന്നു വന്നു എന്ന് പറയുന്ന മുഹമ്മദ് ഗസ്നിയോ ഗോറിയോ മാത്രമൊന്നുമല്ല, ഇന്ത്യയിലുണ്ടായിരുന്ന സകല രാജാക്കന്മാരും, അത് ഹിന്ദുക്കളായ രാജാക്കന്മാർ വരെയും ഈ ക്ഷേത്രങ്ങളൊക്കെ കൊള്ളയടിക്കുകയും സമ്പത്ത് സ്വരുക്കൂട്ടുകയും ചെയ്തിരുന്നത്. ഇപ്പോൾ ഇവിടെ തിരുവനന്തപുരത്ത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എങ്ങനെയാണ് ഇത്രയും കോടിക്കണക്കിന് ഉറുപ്പിയുടെ നിധി ഉണ്ടായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ രാജാവ് മറ്റ് രാജ്യങ്ങളിലേക്ക് പോയി അവിടുത്തെ സമ്പത്ത് അവിടുത്തെ ക്ഷേത്രങ്ങളൊക്കെ കൊള്ളയടിച്ചും സമ്പത്ത് കൊള്ളയടിച്ചും ഒക്കെ കൊണ്ടുവന്ന് സ്വരുക്കൂട്ടിയത് തന്നെയാണ്. ഒരു തർക്കമൊക്കെ കരുതുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഔറംഗസീബും ചെയ്തിട്ടുണ്ട്. അത് നിഷേധിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ക്ഷേത്രങ്ങൾ ഇടിച്ചു നിരത്തിയിട്ടുണ്ട്, അതേസമയം ക്ഷേത്രങ്ങളെ സഹായിച്ചിട്ടുമുണ്ട്. ഒരുപാട് ക്ഷേത്രങ്ങളെ അദ്ദേഹം സഹായിച്ചതായിട്ട് ഹിസ്റ്റോറിക്കൽ ഡോക്യുമെൻറ്റ്സിലുണ്ട്. ഇടിച്ചു പൊളിച്ച ക്ഷേത്രങ്ങളുണ്ട്, സഹായിച്ച ക്ഷേത്രങ്ങളുണ്ട്. ഇപ്പോൾ ഉജ്ജയിനിലെ ഒരു ക്ഷേത്രം, അതുപോലെ കാമാഖ്യ ക്ഷേത്രം, അതുപോലെ ഉത്തർപ്രദേശിലെ വൃന്ദാവൻ ക്ഷേത്രം, ഇതിനെയൊക്കെ അദ്ദേഹം സഹായിച്ചതായിട്ട്. വൃന്ദാവൻ്റെ ഏറ്റവും ഗ്ലോറിഫൈഡ് ആയിട്ടുള്ളൊരു പീരീഡ് എന്ന് പറയുന്നത് തന്നെ ഔറംഗസേബിൻ്റെ ഭരണകാലമാണ് എന്ന് ചരിത്രം പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒന്നും സംസാരിക്കാൻ പാടില്ല എന്നുള്ളതാണ് അബു ആസ്മിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. കാരണം വെച്ചാൽ ഔറംഗസീബിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ കാലത്ത് ഇതും കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അല്ലെങ്കിൽ ഈ രാജാക്കന്മാരുടെ കാലത്തൊക്കെ ഇത് നടന്നിട്ടുണ്ട്. അവരവരുടെ അധികാരം ഉറപ്പിക്കാനും അവരുടെ രാജ്യവിസ്തൃതി കൂട്ടാനുമായിട്ട് ഇമാതിരി ആക്രമണങ്ങൾ തന്നെയാണ് നടത്തിക്കൊണ്ടിരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അത് എന്താ പറയുക, ഒരാളെ കേസിൽപ്പെടുത്താനുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അയാളെ വഴിയിറങ്ങി നടക്കാൻ പറ്റാത്തൊരു പ്രശ്നമാണ് എന്ന് സ്ഥാപിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ സംസാരിക്കുന്നത് എത്രയോ നൂറ്റാണ്ട് മുമ്പത്തെ ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ്. അന്നത്തെ ഭരണാധികാരികളുടെ അധികാരത്വരയെക്കുറിച്ചും അതിനുവേണ്ടി അവർ നടത്തിയ ക്രൂരതകളെക്കുറിച്ചുമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ അധികാരം സ്ഥാപിക്കാനും അധികാരം നിലനിർത്താനും വേണ്ടി എത്ര ഹീനമായിട്ടുള്ള വർഗീയ ലഹളയ്ക്കാണ് ഗുജറാത്ത് സാക്ഷ്യം വഹിച്ചത്, അല്ലെങ്കിൽ വർഗീയമായ ഉന്മൂലന ശ്രമത്തിനാണ് ഈ ഗുജറാത്ത് സാക്ഷ്യം വഹിച്ചതെന്ന് നമ്മൾ കണ്ടതാണല്ലോ. അതായത് ജനാധിപത്യം വന്നു, പൗരാവകാശങ്ങളെക്കുറിച്ച് ബോധ്യം വന്നു, മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് വലിയ എന്താ പറയുക ഡോക്യുമെൻസിൽ നമ്മൾ എന്താ പറയുക വേൾഡ് ഡോക്യുമെൻസിൽ, ഇൻ്റർനാഷണൽ ഡോക്യുമെൻസിൽ നമ്മൾ ഒപ്പുവെച്ചു. പിന്നെ ന്യൂനപക്ഷ സംരക്ഷണം എന്ന് പറയുന്നത് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും മാത്രമായ സംഗതിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കും എന്നൊക്കെ നമ്മൾ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തി. അതിനുശേഷമാണ് ഈ നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഗുജറാത്തിൽ ഇതുപോലൊരു വംശീയ ഉന്മൂലന ശ്രമം ഉണ്ടാകുന്നത്. അതിൽ ഞങ്ങൾക്കൊന്നും പങ്കാളിത്തമില്ല എന്ന് ഇപ്പോഴും നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നുമുണ്ട്. എന്നിട്ടാണ് നമ്മളിപ്പോൾ ഇരുന്നിട്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഈ കഥയെക്കുറിച്ച് സംസാരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് അത് ശരിയാണ് എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. പക്ഷേ അന്നത്തെ എല്ലാ രാജാക്കന്മാരും, പക്ഷെ അത് പറയാൻ പാടില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ അബു ആസ്മിയെ പോലെ നിങ്ങൾ പോയി മാപ്പ് പറയേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങൾ കേസിൽ കൊടുക്കും. ഈ ഒരു സിറ്റുവേഷനാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഇതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കൂടെ ഉത്തരവാദിത്വത്തോടുകൂടെ ഇതിന് ഡിഫെൻഡ് ചെയ്യേണ്ട ബാധ്യത, അതായത് ഇതൊക്കെയാണ് വസ്തുത എന്ന് പറയേണ്ട ബാധ്യത ഇവിടുത്തെ ഒരു പൊളിറ്റിക്കൽ അതുപോലെ അക്കാഡമിക് സമൂഹത്തിനുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, ഇങ്ങനെ ഒരു ഡിബേറ്റ് വന്നിട്ട് അക്കാഡമിക് സമൂഹത്തിൽ നിന്ന് ഒരു തരത്തിലുള്ള റിയാക്ഷൻസും വരുന്നില്ല. ഇത് ഇങ്ങനെ അല്ല എന്ന് പറയാൻ വളരെ ചുരുക്കം ആളുകളെ രംഗത്ത് വരുന്നുള്ളൂ. ഇതിൻ്റെ ഒരു ബലിയാടായിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ അബു ആസ്മി എന്ന് പറയേണ്ടി വരും. ഈ ഛാവ എന്ന് പറയുന്ന സിനിമ പുറത്തിറങ്ങിയതിന് ശേഷം ഓരോ തിയേറ്ററുകളിലും ഈ സിനിമയുടെ പ്രദർശനം കഴിഞ്ഞാൽ ഉടനെ യുവാക്കളായ ചെറുപ്പക്കാരികളൊക്കെ വന്ന് സാംബാജിക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്നു, ഔറംഗസേബിനെ ചീത്ത വിളിക്കുന്നു. ഇങ്ങനെ തിയേറ്ററുകളിൽ വികാര പ്രകടനം നടക്കുന്ന വീഡിയോകളൊക്കെ ഒരുപാട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് അങ്ങനെ ജനങ്ങളെ ഇളക്കിവിടുന്ന രൂപത്തിലുള്ള. എന്നാൽ അതേസമയം തന്നെ ഗോൾവാൾക്കറിൻ്റെ ബെഞ്ച് ഓഫ് തോട്ടിൽ ഈ സാംബാജിയെക്കുറിച്ച് വളരെ മോശമായ പരാമർശങ്ങൾ ഒരു ഭാഗത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സ്വാഭാവികമാണ്, ഒരു രാജാക്കന്മാരാണ്, രാജാവാണ്, അവർ അവരുടേതായ സ്വഭാവങ്ങൾ പല രൂപത്തിൽ കാണിച്ചിട്ടുണ്ടാകും. പക്ഷേ ഒരു ഭാഗത്ത് ഇതിനെ മൂടി വെക്കുകയും മറുഭാഗത്ത് ഇങ്ങനെയുള്ള ഹെയ്റ്റ്
പ്രചരണത്തിന് വേണ്ടിയിട്ട് ഇതിനെ എൻഡോസ് ചെയ്യുകയും ചെയ്യുന്ന രീതി, ഇത് ചെറുപ്പക്കാരായ ആളുകൾ വരെ ഏറ്റെടുക്കുന്ന ഒരു രീതി, ഇത് ഈ സംഭവത്തിന് ശേഷം നമ്മൾ കാണുന്നുണ്ട്. ഇത് ഒന്നുമില്ലെങ്കിൽ ഇത് ഓർക്കസ്ട്രേറ്ററായിട്ട് തുടങ്ങിയതാവാം. അതായത് ഇങ്ങനെ ഒരു സിനിമ വരുന്നു, ഇതൊരു പൊളിറ്റിക്കൽ പ്രൊജക്റ്റിൻ്റെ ഭാഗമാണ്, അപ്പോൾ ഈ തിയേറ്ററുകളിൽ ഇങ്ങനെ ഒരു സംഗതി ഉണ്ടാക്കുക എന്നുള്ളത് ഓർക്കസ്ട്രേറ്റ് ചെയ്തതാവാം. അതിനാണ് സാധ്യത കൂടുതൽ. കാരണം ഇത് ഒരിടത്ത് ഓർക്കസ്ട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഒന്നോ രണ്ടോ സ്ഥലത്ത് ഓർക്കസ്ട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് നടന്നോളും എന്ന് നമുക്കറിയാം. അപ്പോൾ മാത്രമല്ല, ഈ താരങ്ങളോട് ആരാധന തോന്നുന്ന മനുഷ്യന്മാർ വളരെ കൂടുതലുള്ള രാജ്യമാണ് നമ്മുടെ. അപ്പോൾ കേരളം മുതൽ എങ്ങോട്ടെടുത്താലും ഇപ്പോൾ അമിതാഭ് ബച്ചന് ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു രാജ്യമായിരുന്നു. രോഷാകുലനായ ചെറുപ്പക്കാരൻ എന്ന് പറഞ്ഞാൽ അമിതാഭ് ബച്ചനോടുള്ള ഒരു ആരാധന അന്ന് വളരെ സജീവമായിരുന്നു. അമിതാഭ് ബച്ചനോട് മാത്രമായിരുന്നില്ല അന്ന് ആരാധന, ചാൾസ് ശോഭരാജിനോടും ആരാധന ഉണ്ടായിരുന്നു. ലോകം അറിയപ്പെടുന്ന ഒരു നൊട്ടോറിയസ് ക്രിമിനലായ ചാൾസ് ശോഭരാജിനെ അത്രത്തോളം ആരാധിച്ചിരുന്ന ആളുകളുണ്ടായിരുന്നു ഇന്ത്യയിൽ. എന്ന് വെച്ചാൽ അതൊരു വലിയ സമൂഹം എന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞത്, പക്ഷേ ആരാധകരുണ്ടായിരുന്നു എന്നുള്ളൊരു വസ്തുതയാണ്. അപ്പോൾ ഇത് റീക്രിയേറ്റ് ചെയ്യാനുള്ളൊരു പണി ആയിരിക്കാം ഒരു പക്ഷേ നടക്കുന്നത്. അപ്പോൾ ഈ മറാത്ത വികാരം ഇങ്ങനെ ഉണർത്തിയെടുക്കാനും അതിങ്ങനെ നിലനിർത്താനും സാധിക്കും. സംഭാജിയോട് വലിയ ക്രൂരതയാണ് ഔറംഗസീബ് കാണിച്ചത്, അതിനോട് നമ്മൾ ഇപ്പോൾ വരെ പ്രതികാരം എന്നുള്ളൊരു തോന്നൽ ഇങ്ങനെ ജനിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നൊരു പണിയാണ്. അത് ഓർക്കസ്ട്രേറ്ററായിട്ട് തുടങ്ങിയതാവാനേ വഴിയുള്ളൂ. അല്ലാതെ തിയേറ്ററിൽ ആരും ഒരു സിനിമ കണ്ടിട്ട് അതിലെ ക്യാരക്ടറിന്, അതിൻ്റെ കഥാപാത്രത്തിന് വേണ്ടിയിട്ട് മുദ്രാവാക്യം വിളിക്കില്ല. അതിൽ നായകന് വേണ്ടിയിട്ടോ വില്ലന് വേണ്ടിയിട്ടോ ഒക്കെ ചിലപ്പോൾ മുദ്രാവാക്യം വിളിക്കുകയോ അല്ലെങ്കിൽ പ്രതികൂലമായി സംസാരിക്കുകയോ ഒക്കെ ചെയ്തു എന്ന് വരും. വെച്ചാൽ ആ നടൻ അല്ലാതെ തോന്നുന്നില്ല നമുക്കിങ്ങനെ മുദ്രാവാക്യം വിളി ഉണ്ടാവും. നമുക്ക് ആ ഇമോഷൻ ഉള്ളിലുണ്ടാവുമായിരിക്കും, പക്ഷേ മുദ്രാവാക്യം വിളികളൊന്നും ഈ പഴയ കാലത്ത് രാജാവിന് വേണ്ടി ഉണ്ടാവും എന്ന് നമുക്ക് തോന്നുന്നില്ല. അത് ക്രിയേറ്റഡാണ്. ക്രിയേറ്റഡ് ആക്കുന്നതിൻ്റെ ലക്ഷ്യം ഇത് തന്നെ. കാരണം ഇതൊരു പൊളിറ്റിക്കൽ പർപ്പസിന് വേണ്ടി ഉണ്ടാക്കിയ സിനിമയാണ്, ഇതൊരു പ്രോജക്റ്റാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന ഏക്നാഥ് ഷിൻഡെ ഒറിജിനൽ ശിവസേന വിട്ട് പുറത്തു വരുന്നതിന് തൊട്ട് മുമ്പാണ് ഏക്നാഥ് ഷിൻഡെയുടെ പിതാവ്, അദ്ദേഹത്തിൻ്റെ പേര് ഞാനിപ്പോൾ മറന്നുപോയി, അദ്ദേഹത്തെക്കുറിച്ചുള്ളൊരു സിനിമ മറാഠിയിൽ നിർമ്മിക്കുകയും അത് അവിടെ പ്രദർശിപ്പിക്കുകയും ചെയ്തത്. അതായത് ഏക്നാഥ് ഷിൻഡെയുടെ പിതാവായ അദ്ദേഹമാണ് യഥാർത്ഥത്തിലുള്ള ശിവസേനയുടെ പോരാളി എന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തൊരു സിനിമയായിരുന്നു അത്. അത് വന്ന് അധികം വൈകാതെയാണ് അവിടെ ഒറിജിനൽ ശിവസേനയിൽ നിന്ന് ഈ ഷിൻഡെ വിഭാഗം പോവുകയും BJPയുടെ കൂടെ ചേർന്ന് അധികാരത്തിൽ വരികയും ചെയ്തത്. വെച്ചാൽ അപ്പോൾ ഈ പണി അവിടെ നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഞാൻ അടുത്തത് ചോദിക്കാൻ വേണ്ടി വരികയായിരുന്നു. അതായത് മഹാരാഷ്ട്രയിൽ ഈ ശിവസേനക്ക് ഈ ഒരു വിവാദത്തിൽ കിട്ടാവുന്ന രാഷ്ട്രീയ ലാഭങ്ങൾ എന്തൊക്കെയായിരിക്കും? അല്ല, ശിവസേനയ്ക്ക് കിട്ടാവുന്ന രാഷ്ട്രീയ ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കിട്ടാൻ പോകുന്നത് ഏക്നാഥ് ഷിൻഡെ വിഭാഗത്തിന് തന്നെയാണ്, ഒരു തർക്കമില്ല. കാരണം കഴിഞ്ഞ ഇലക്ഷനിൽ ഏക്നാഥ് ഷിൻഡെ വിഭാഗവും പ്ലസ് BJP അധികാരത്തിൽ തിരിച്ചെത്തിയത് അവർക്കൊരു വലിയ എഡ്ജ് ശിവസേനയ്ക്കുള്ളിലുണ്ടായിട്ടുണ്ട്. കാരണം ഇവരാണ് വലിയ ഫോഴ്സ്, ഇവരുടെ കൂടെയാണ് ആളുള്ളത് എന്നുള്ളൊരു പ്രതീതി ജനിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉദ്ധവ് താക്കറെ വിഭാഗത്തിന് പഴയ ഒരു സ്ട്രെങ്ത് ഇപ്പോൾ ഇല്ല. അവിടെ നിന്ന് കൂടുതൽ ആളുകൾ പതുക്കെ ഏക്നാഥ് ഷിൻഡെ വിഭാഗത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇതും കൂടെ ഉയർത്തിവിടുകയും ഈ ഔറംഗസേബിൻ്റെ ശവക്കല്ലറ പൊളിക്കണം എന്ന ആവശ്യം ശക്തമായിട്ട് ഉന്നയിക്കുകയും അതിൻ്റെ മുൻപന്തിയിൽ നിൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ, ഇപ്പോൾ സാലിം നേരത്തെ പറഞ്ഞ ഗോൾവാൾക്കറോ അല്ലെങ്കിൽ സവർക്കറോ ഒക്കെ പറഞ്ഞ ഈ ഛത്രപതി സംഭാജി എന്ന് പറയുന്ന ഇപ്പോൾ വലിയ തോതിൽ ആഘോഷിക്കപ്പെടുന്ന നേതാവ് ഇതേ ഹിന്ദുത്വ ശക്തികളുടെ പൂർവ്വ നേതാക്കൾ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ വളരെ മോശപ്പെട്ട ഒരാളായിരുന്നു എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ മറന്നുകൊണ്ട് ഇപ്പോൾ പുതുതായി നിർമ്മിച്ചെടുത്ത ഒരു ശിവാജിക്ക് തുല്യമായൊരു സ്ഥാനം സംഭാജിക്കുമുണ്ട് എന്നുള്ള ഒരു ഫീലുണ്ടല്ലോ, അത്തരമൊരു നേതാവിനെയാണ് ഇതുപോലെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയത് എന്നുള്ളൊരു ചിത്രീകരണമുണ്ട്. ആ ചിത്രീകരണത്തിന് കാരണക്കാരായ ആളുകളെ ഇപ്പോൾ ഔറംഗസീബ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക സിമ്പലാണ്. ഔറംഗസീബിൻ്റെ ശവക്കല്ലറ പൊളിക്കണം എന്ന് പറയുന്നത് വേറൊരു തരത്തിലുള്ള സിംബോളിക് ആക്ഷനാണ്. അതുവഴി കൊടുക്കുന്ന ഒരു വിദ്വേഷം വളർത്തേണ്ടത് ആർക്കെതിരെയാണെന്നുള്ളൊരു മെസ്സേജ് കൊടുക്കുന്നുണ്ട്. അത് വലിയ തോതിൽ ഉപകാരപ്പെടുക ശിവസേനയിലെ ഷിൻഡെ വിഭാഗത്തിനായിരിക്കും എന്നാണ് തോന്നുന്നത്. അത് ഉപയോഗപ്പെടുത്താൻ തന്നെയാണ് ഇവർ ശ്രമിക്കുന്നത്. അത് പക്ഷേ ഇപ്പോൾ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഫഡ്നാവിസ് എന്തുകൊണ്ട് ഇതിനെ പിന്തുണയ്ക്കുന്നു, അല്ലെങ്കിൽ BJPയുടെ RSSൻ്റെ മറ്റ് സംഘപരിവാർ ഫാമിലിയിൽ പെടുന്ന ബജ്രംഗ് ദളും വിശ്വ ഹിന്ദു പരിഷത്തുമൊക്കെ വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇതിൽ ചാടിപ്പിടിക്കുന്നതിൻ്റെ വേറൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ പൂർണ്ണമായ ഗുണം ഏക്നാഥ് ഷിൻഡെ വിഭാഗത്തിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇനി അടുത്ത തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോഴത്തേക്കും അവർ കൂടുതൽ ശക്തിപ്പെട്ട് കഴിഞ്ഞാൽ BJP അവിടെ ഉദ്ദേശിക്കുന്ന പോലെ ശിവസേനയെ പൂർണ്ണമായി ഇല്ലാതാക്കിക്കൊണ്ട് BJPയുടെ ഒറ്റയ്ക്കുള്ള ഭരണം എന്ന് പറഞ്ഞ ലക്ഷ്യം
പെട്ടെന്ന് സാധിക്കില്ല. അതറിയാവുന്നതുകൊണ്ടാണ് ഭരണഘടനാ പദവി പോലും മാറ്റിവെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഭരണഘടനാപരമായ സ്ഥാനത്താണ് ഞാൻ ഇരിക്കുന്നത് എന്നുള്ളത് പോലും മറന്നുകൊണ്ട് ഫഡ്നാവിസ് ഇപ്പോൾ ഇതിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. ഇതിൽ വലിയ പൊളിറ്റിക്സാണ് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഇവിടെ മാത്രമല്ല, ഇപ്പോൾ ഈ എന്താ പറയുക, ഔറംഗസീബുമായി റിലേറ്റ് ചെയ്ത് മാത്രമല്ല അവിടെ പ്രശ്നമുള്ളത്. അതായത് ഈ ചിത്രം വന്നതിന് ശേഷം അവിടുത്തെ വേറൊരു ലോക്കൽ ഹിസ്റ്റോറിയൻ അദ്ദേഹം ഒരു പോസ്റ്റ് എന്തോ ലേഖനം എഴുതുമെന്തോ ചെയ്തു. അതായത് സാംഭാജിയെ ചതിച്ചത് ബ്രാഹ്മണരാണ് ഔറംഗസീബിന് ഈ സാംഭാജിയെ ഒറ്റുകൊടുത്തത് എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഇട്ടു. അതുകൊണ്ട് അയാൾക്കെതിരെയായി വലിയ ആക്രമണം. അപ്പോൾ എന്ന് വെച്ചാൽ അത് ഹിസ്റ്ററിയിലുള്ള അങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഇയാളെ ഒറ്റുകൊടുത്തത് ഇന്ന ആളുകളൊക്കെയാണ്. സാംഭാജിയുടെ ഭരണകൂടത്തിൽ വളരെ സുപ്രധാനമായ പൊസിഷനിലൊക്കെ ഇരുന്നിരുന്ന ജാതിയിൽ ബ്രാഹ്മണരായ ആളുകളാണ് ഇദ്ദേഹത്തെ ഒറ്റുകൊടുത്തതെന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. ഇങ്ങനെ പല തരത്തിലാണ് ഈ കോൺട്രവേഴ്സി ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു പൊളിറ്റിക്കൽ എയിമോടുകൂടെ ചെയ്തൊരു സിനിമ, അത് അതിൻ്റെ ഫലം ഉണ്ടാക്കുന്നു എന്ന് നമ്മൾ കരുതണം. പക്ഷേ ആ ഫലം ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഗുണമുണ്ടാക്കാൻ സാധ്യതയുള്ളത് ശിവസേന ഏക്നാഥ് ഷിൻഡെ വിഭാഗത്തിനാണ്. അത് മനസ്സിലാക്കുന്നുണ്ട് BJP. അത് പരിഹരിക്കാനുള്ള ശ്രമം അവർ നടത്തുന്നുണ്ട്. റൈറ്റ്. ഔറംഗസേബ് ചരിത്രത്തിൽ തന്നെ ചരിത്രപരമായി നോക്കുകയാണെങ്കിൽ പല രൂപത്തിലുള്ള നരേഷനുകൾ അവിടെ ഇവിടെയൊക്കെ കാണാം. പക്ഷേ ഇങ്ങനെ പൊളിറ്റിക്കൽ പ്രൊപ്പഗണ്ട സിനിമകളിലൂടെയൊക്കെ നാടിനിങ്ങനെ ഇളക്കി വിട്ടുകൊണ്ട് രാഷ്ട്രീയ ലാഭം കൊയ്യാൻ ശ്രമിക്കുമ്പോൾ അവിടെ തകർന്നു പോകുന്നത് നമ്മുടെ നാട്ടിൽ നിലനിന്നുകൊണ്ടിരിക്കുന്ന ഹാർമണിയാണ്, റിലീജിയസ് ഹാർമണിയാണ്. അത് തിരിച്ചറിഞ്ഞ് ഇവിടുത്തെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായവരും ചരിത്ര പഠനത്തിൻ്റെ ഭാഗമായവരും അക്കാദമിഷ്യൻസും എല്ലാവരും ഇതിനെ ഡിഫെൻഡ് ചെയ്യാനുള്ള ശ്രമങ്ങളാണ് വേണ്ടത്. അതാണ് നമ്മൾ ഇന്ന് കാണാതിരിക്കുന്നതും അതിലാണ് നമ്മൾ ആശങ്കപ്പെടുന്നതും. ഇൻസൈറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.